സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞിട്ട് പോകാതിരുന്നാൽ അവർക്കും അതൊരു തടസ്സമായിട്ട് തോന്നും. ഒരു കാര്യം ചെയ്യാം, എനിക്ക് പകരം രഘു പോട്ടെ. ഞാൻ വേണമെങ്കിൽ രാജ്കുമാറിനെ ഒന്ന് വിളിക്കുകയും ചെയ്യാം. എന്താ? അമ്മാവൻ പറഞ്ഞാൽ ഞാൻ പോയിക്കോളാം. അമ്മാവന്റെ തീരുമാനം ഞാൻ അവിടെ അറിയിക്കല്ലേ വേണ്ടു. അതെ, ഞാൻ പോകുന്നതും എന്റെ മൂത്ത മരുമവും പോകുന്നതും എനിക്കൊരുപോലെ. എന്നാ പിന്നെ നീ ആ കൈയൊക്കെ തുടച്ച് എന്നെ അകത്തൊന്നും കൊണ്ടുപോയി കിടത്തിരിക്കൂ. എന്നിട്ട് വേഗം അങ്ങോട്ട് പോവാൻ നോക്ക്. തുടച്ചു. ശരി അമ്മാവ. മഞ്ചാടി വാച്ച പതുക്കെ പതുക്കെ സൂക്ഷിച്ച് പതുക്കെ സൂക്ഷിച്ചു. അച്ഛാ ഇതവളല്ലേ സോന? ഇവളെന്റെ പോസ്റ്റിന് പോസിറ്റീവ് കമന്റ് ഇടണമെങ്കിൽ എന്തോ കാരണമുണ്ടല്ലോ. എന്തേട്ടാ, ഇന്നെങ്കിലും ഒരു ഗെയിമിൽ ഏട്ടൻ ജയിച്ചോ? ഒന്ന് പോടി, ഞാൻ ഗെയിം കളിയൊക്കെ നിർത്തി. പിന്നെന്താ ഏട്ടന്റെ മുഖത്തൊരു സന്തോഷം? എടി, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഗൾഫിൽ ജോലി ചെയ്തതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച്. ഓ, അത് ഞാൻ വായിച്ചു. യൂത്തിന്റെ ഒരു ഫ്രഷ്നെസ്സും ഇല്ലാത്തൊരു എഴുത്ത്. ഏട്ടൻ ലാംഗ്വേജ് ഒന്ന് മാറ്റണം. അത്രയൊക്കെ മതി. അതിനെ നമ്മുടെ സോന വെരി ഗുഡ് തോട്ട് എന്ന് കമന്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ സോനയോ? ഏത് സോന? എന്റെ ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ആദ്യം പെണ്ണ് കാണാൻ പോയാ? ഓ, അവളോ? ഏട്ടനെ കാണാൻ പോലും വരാതെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് മുങ്ങിയ കക്ഷിയല്ലേ? അവള് മുങ്ങിയതാണോടി? സോന എക്സാം കഴിഞ്ഞു വരുന്നതിന് മുമ്പ് നമുക്ക് അവിടുന്ന് ഓടേണ്ടി വന്നതല്ലേ? അതിനുശേഷം ഒരു അനക്കവും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു പോസിറ്റീവ് കമന്റ്? കക്ഷി ഇപ്പോഴും ഓൺലൈനിലുണ്ടോ? ഒരു ഹായ് പറഞ്ഞു നോക്കിയാലോ? ഏട്ടൻ ആ ചേച്ചിയെ കല്യാണം കഴിക്കാൻ ഇപ്പോഴും ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടോന്ന് ചോദിച്ചാ, സോനയായിരുന്നെങ്കിൽ കൊള്ളാന്ന് അന്ന് തോന്നിയ പോലെ ഇപ്പോഴും തോന്നുന്നുണ്ട്. എങ്കി വേഗം മുട്ടി നോക്ക്. പക്ഷെ താഴെ എല്ലാരും ഏട്ടന്റെ കല്യാണക്കാരി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മിക്കവാറും ഫിക്സ് ആവും. ഞാനേ ഒരു ഹായ് അയച്ചു നോക്കാം. അനക്കമുണ്ട്. എന്ത് മറുപടി കൊടുക്കും? സുഖാണോന്ന് ചോദിക്കാം. വീണേ, മറുപടി വന്നു, സുഖമാണോന്ന്. എങ്കി ചാറ്റിംഗ് തുടങ്ങിക്കോ. വീട്ടുകാരൊരു തീരുമാനം എടുക്കും മുമ്പ് ഇതിനൊരു മറുപടി കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. സോന, ചായ. മാഷെന്ന് ഇത്ര നേരമായിട്ട് വരാത്തത്? ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കാത്ത ആളാ. ഇനി അദ്ദേഹം തീരുമാനം മാറ്റി കാണൂ. മാഷാണല്ലോ. ഹലോ മാഷേ. വീണ, അവള് മാരേജ് ഫിക്സ് ആയാൻ ചോദിക്കുന്നു. ഇല്ലെന്ന് പറയട്ടെ? അയ്യോ, അത് പറയാൻ വരട്ടെ ഏട്ടാ. താഴത്തെ റിസൾട്ട് ഒന്ന് അറിഞ്ഞിട്ട് പോരെ? അയ്യോ, അവര് ഫിക്സ് ചെയ്ത് കാണോ? അതിന് വഴിയില്ല. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ തൽക്കാലം ഒന്നും പറയാതെ സ്കൂട്ടാവാ അല്ലേ? അതാ നല്ലത്. ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. ഓക്കെ.
എന്നാ നീ കൂടെ താഴേക്ക് വാ. ഒരു മിനിറ്റ് ഏട്ടാ, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓ എത്രേ? 80 രൂപ. വരൂ. മാഷിപ്പോ വിളിച്ചു വെച്ചേ ഉള്ളൂ. അദ്ദേഹത്തിന് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാല് നന്നായിട്ട് എണ്ണയിട്ട് തടവി. ഇനിയും നടന്നാൽ ചിലപ്പോ വേദന കൂടും. അതാ അച്ഛൻ ഞങ്ങളെ അയച്ചത്. അതിനെന്താ, മാഷിന്റെ മൂത്ത മകളും മരുമകനും അല്ലേ. വരൂ, അച്ഛനും അമ്മയും ഹാളിൽ ഇരിപ്പുണ്ട്. വരൂ. ആ വരണം വരണം, രണ്ടാളും ഇങ്ങോട്ട് ഇരിക്കും. ഇങ്ങോട്ടിരി. ഇരിക്കും. അനന്തം മാഷ് വിവരം വിളിച്ചു പറഞ്ഞാ മതിയായിരുന്നു. സമ്മതമാണെങ്കിൽ പെണ്ണ് കാണാൻ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അമ്മാവൻ എല്ലാരെയും വന്ന് നേരിട്ട് കണ്ട് സമ്മതം അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ അമ്മാവനെ അവിടെ വന്ന് കാണേണ്ടി വരും. അതിനെന്താ, നാളെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. നാളത്തെ ദിവസം അത്ര ശരിയല്ല. മറ്റന്നാൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വന്ന് പെണ്ണിനെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താ, അതുപോലെ? ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? ഇപ്പൊ ഒരു തീരുമാനമായില്ലേ. ഇനി ഇവര് നമ്മുടെ ബന്ധുക്കളാവാൻ പോകുന്നവരാ. ചായ ഇപ്പൊ കൊണ്ടുവരാം. അമ്മേ, വരുണേട്ടന്റെ മാരേജ് തീരുമാനിച്ചോ? ആ, അനന്തൻ മാഷ് സമ്മതിച്ചു. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെല്ല്. മാഷിന്റെ മകളും മരുമകനെ വന്നേക്കുന്നേ. വരുണിനെ അവരൊന്ന് കണ്ടോട്ടെ. എന്നെ ഇപ്പൊ ആരും കാണണ്ട. ആദ്യം ഞാൻ പെണ്ണിനെ കാണട്ടെ. എനിക്കും അവളെ ഇഷ്ടപ്പെടണമല്ലോ. നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലടാ, നല്ല കുട്ടിയാ. അല്ല, നീയല്ലേ പറഞ്ഞത് പെണ്ണിനെ ഞങ്ങള് കണ്ടാ മതി, നീ വന്ന് കല്യാണം കഴിച്ചോളാന്ന്. പിന്നെ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഏട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു ഫോട്ടോ പോലും ഏട്ടനെ കാണിക്കാതെ കല്യാണം തീരുമാനിക്കാമോ അമ്മേ? ഫോട്ടോ അവരുടെ ഫോണിൽ കാണും, അതയച്ചു തരാൻ പറയാം. നാളെ കഴിഞ്ഞ് എല്ലാരും കൂടി പെണ്ണ് കാണാൻ പോകുന്നുണ്ടല്ലോ. അന്ന് തന്നെ ചിലപ്പോ നിശ്ചയം നടത്തും. എനിക്ക് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ദേ വരുൺ, ഒരുപാട് ബുദ്ധിമുട്ടി അച്ഛനെ ആലോചന ഇവിടം വരെ എത്തിച്ചത്. നിനക്ക് വേണ്ടി ഇതുവരെ ആലോചിച്ചതിനേക്കാൾ നല്ലൊരു ബന്ധായത്. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? അങ്ങനെയുള്ള അഹങ്കാരം നീ ഞങ്ങളോട് കാണിക്കോ? എങ്കിൽ കാണിക്കേ. തുടക്കത്തിലെ ദയോടൊരു താല്പര്യക്കുറവ് സോനയ്ക്കുണ്ടായിരുന്നു. ഞാനത് ഇന്ദ്രേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ദയ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത സ്ഥിതിക്ക് അവര് രണ്ടുപേരും ഒന്നിച്ചിവിടെ നിന്നാ ശരിയാവില്ല ഇന്ദ്രേട്ട. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് ദയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിട്ടാലോ എന്ന് ആലോചിക്കുക. ദയ നിന്റെ കൂടെ വരുന്നു അറിഞ്ഞിട്ടും സോന ഇങ്ങോട്ട് വരാൻ തയ്യാറായപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ദയ ഇവിടുന്ന് പുകച്ച് പുറത്തേ അടിക്കാനാണെന്ന്. ഇന്ദ്രേട്ടനെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, എനിക്കത് മതി. നീ വിഷമിക്കണ്ടാനു, ദയയുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവുക. ദയെ നാളെ തന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഇടയുണ്ട്. അതല്ലെങ്കിൽ നമ്മളോട് അവളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ അച്ഛൻ വിളിച്ച് പറയും. എന്താ ഇന്ദ്രേട്ട കാര്യം? ദയെ പെട്ടെന്ന് തിരിച്ചു വിളിക്കാൻ മാത്രം വീട്ടിലെന്താ വിശേഷം? ദയയുടെ കല്യാണം തീരുമാനിക്കാൻ പോവാനു. ഇന്ദ്രേട്ടൻ വെറുതെ തമാശ പറയല്ലേ. ചിലങ്കയുടെ നിശ്ചയം തീരുമാനിച്ചു കാണും. അതിന് നമ്മൾ ചെല്ലുമ്പോ നിർബന്ധമായും ദയെ കൂടെ കൊണ്ടുപോകണമെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു കാണും അല്ലേ? ഏയ്, അച്ഛൻ എന്നെ വിളിച്ചൊന്നുമില്ല. ദയയുടെ കാര്യം സംസാരിക്കാൻ വേറൊരാളിന്ന് കടയിൽ വന്നു.
അച്ഛാ, അവിടെ ദയയുടെ കല്യാണാലോചന കൂടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അന്ന് സോനമോൾക്ക് വന്ന ആലോചന നടക്കാത്തോണ്ട് അവർ ദയയുടെ കാര്യം ചോദിച്ചിരുന്നു. ഞാനത് അപ്പൊ തന്നെ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. അതെന്തിനാ അച്ഛാ അത് വേണ്ടാന്ന് വെക്കുന്നേ? നല്ലൊരു ബന്ധുവല്ലേ അത്. അച്ഛനത് നടത്തി കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം. ആ പയ്യന്റെ കൂടെ ജീവിക്കാനുള്ള യോഗം ദയയ്ക്ക. അവളുടെ ലൈഫ് രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതിയായിരുന്നു. അത്ര നല്ലൊരു കുടുംബത്തിലേക്കാ അവള് പോകുന്നത്. മിക്കവാറും ചിലങ്കയുടെയും ദയയുടെയും കല്യാണം ഒരുമിച്ചായിരിക്കും അച്ഛൻ നടത്താൻ പോകുന്നത്. നീ എന്താനോ കേട്ടിട്ട് സ്തംഭിച്ചു പോയോ? ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത പ്രതീക്ഷിച്ചില്ല അല്ലേ? അതെ ഇന്ദ്രേട്ടാ, ദൈവത്തിന്റെ ഓരോരോ കളികളെന്നല്ലാതെ എന്താ പറയാ. ഇത്രയും വലിയ പരീക്ഷണം വേണ്ടായിരുന്നു. സോനി അമ്മ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്ന ഓർത്ത് നീ വിഷമിക്കണ്ട. അത് ഞാൻ സത്യനും കൂടെ നോക്കിക്കോളാം. അത് മാത്രമല്ല ഇന്ദ്രേട്ടാ, ദയ ഇപ്പോ ഒരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവളോടിത് പറയാൻ പോലും എനിക്കാവില്ല. ആ, തൽക്കാലം ഇക്കാര്യം സോനി അമ്മയെ അറിയണ്ട. ദയയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തിരിച്ചു പോയതാണെന്ന് തന്നെ കരുതിക്കോട്ടെ. എന്താനോ? ആ അതെ, അങ്ങനെ ചെയ്യാ ഇന്ദ്രേട്ടാ. എങ്ങനെ? നീ വേറെ ഏതോ ലോകത്താണല്ലോ അനു. നാളെ ഇതിന്റെ പേരിൽ എന്തുണ്ടാവുന്നൊന്നും നീ ഇപ്പോഴേ ആലോചിച്ച് തലകൊണ്ടാക്കണ്ട. അമ്മ ഇത് അറിയുമ്പോഴല്ലേ അപ്പ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ആ, നീ കഴിക്കാൻ എടുത്തു വയ്ക്കുക. നല്ല വിശപ്പുണ്ട്. എടാ മോനെ സത്യ, നമ്മുടെ സോനയുണ്ടല്ലോ, അവള് പറയാ അവക്ക് ഉടനെ ഒരു കല്യാണം വേണമെന്ന്. കല്യാണോ? ഒരു കല്യാണാലോചന വന്നപ്പോ എനിക്കതിന് പ്രായമായില്ലെന്നും പറഞ്ഞ് പെണ്ണുകാണൽ ചടങ്ങിന് വരാതെ മുങ്ങിയവളല്ലേ അവള്. അന്ന് അവൾ ആ ഗോകുലിന്റെ മായാവലയത്തിലായിരുന്നില്ലടാ. ഇപ്പോ അവൻ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ. ഭാഗ്യം. എന്തായാലും നാട്ടിലെ കുറെ പെമ്പിള്ളേർ രക്ഷപ്പെടും. സോനയ്ക്ക് ഇനി അവന്റെ ശല്യമില്ലാതെ നടക്കാം. അവളോടെ നന്നായി പഠിച്ചെന്തെങ്കിലും ജോലി സമ്പാദിക്കാൻ പറ. ഓ പിന്നെ, അവൾ ഇനി പഠിച്ച് കളക്ടർ ആവാൻ പോവല്ലേ. അവക്ക് അവനോടുള്ള വാശിയാ. അവന്റെ കല്യാണത്തിന് മുൻപ് അവളുടെ കല്യാണം നടക്കൂന്ന് അവനെ വെല്ലുവിളിച്ചിട്ട് അവൾ ഇന്നിവിടെ വന്നത്. ഇതിന്റെ പേര് വാശിയെന്നല്ല, നല്ല ഭ്രാന്തെന്നാ. അമ്മയും ആ ഭ്രാന്തിന് കൂട്ടു നിൽക്കുന്ന മട്ടുണ്ടല്ലോ. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ നല്ലൊരുതിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നേ ഉള്ളൂ. ആ, അത് എത്രയും വേഗമായാ അത്രയും നല്ലത്. നിന്റെ ഏട്ടൻ കുറച്ചുകൂടെ കഴിയുമ്പോ അനുപമ്മയുടെ മുന്താണിയും പിടിച്ചു പോകുന്ന ലക്ഷണോ. അതിനു മുമ്പ് സോനിയുടെ കല്യാണമെങ്കിലും അവനെ കൊണ്ട് നടത്തിക്കണ്ടേടാ. അതിന് അവളെ ആരും ഇപ്പൊ കല്യാണം ആലോചിച്ച് വന്നൊന്നും ഇല്ലല്ലോ. ഇനി സോന രാജകുമാരി സ്വയംവരത്തിന് തയ്യാറായി എന്ന് വിളംബരം ചെയ്യേണ്ടി വരും. നീ കളിയാക്കൊന്നും വേണ്ടടാ. ദുബായിൽ എഞ്ചിനീയറായ പയ്യൻ അവളെ ആലോചിച്ച് വന്നത് വിളംബരം ചെയ്തിട്ടാണോ? അത് അവള് തന്നെ ഒന്ന് തട്ടിക്കളഞ്ഞല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉടനെയൊന്നും അമ്മയുടെ മോൾക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. വന്നാലോ? വരട്ടെ, അപ്പൊ നോക്കാം നമുക്ക്. വന്നു കഴിഞ്ഞടാ, ആ ബന്ധം തിരിച്ചു വന്നു. ഏത് ബന്ധം? അന്ന് സോന വേണ്ടെന്ന് വെച്ച ബന്ധോ? അതെ. ആ ചെറുക്കൻ ഇതുവരെ വേറെ കല്യാണമൊന്നും ആയില്ലെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. അമ്മേ, ഇനിയും അവളുടെ താളത്തിനൊക്കെ തുള്ളി വെറുതെ നാണക്കേടുണ്ടാക്കി വെക്കല്ലേ. അവൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ നമുക്കെന്താ സത്യ? അവന്റെ സമ്മതം സോന വാങ്ങിച്ചോളൂ. നടക്കില്ല അമ്മേ. ആ ചെറുക്കന് വേണ്ടി അവന്റെ വീട്ടുകാര് വേറെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതേ നടക്കൂ. അതെങ്ങനെ നിനക്കറിയാം? നിന്നോട് ചോദിച്ചിട്ടാണോ അവര് തീരുമാനം എടുത്തത്? അതെ, അവന്റെ അച്ഛൻ ഇന്ന് കടയിലെത്തി ഇന്ദ്രേടനോട് എന്നോട് സമ്മതം ചോദിച്ചു. അനന്തമാഷിന്റെ മക്കളിൽ 4ാമത്തെ മകൾ ദയയാണ് പെണ്ണ്.
ഒരിക്കൽ നമ്മുടെ സോനെ ആലോചിച്ചു പോയതുകൊണ്ട് മാഷ് ഈ ബന്ധത്തിന് സമ്മതിച്ചില്ല. അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയാ രാജ്കുമാർ സാർ ഇന്ന് വന്നത്. ഇന്ദ്രേട്ടൻ മാഷിനെ വിളിച്ച് സംസാരിച്ച് തീരുമാനം എടുപ്പിച്ചു. ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ആനന്ദം മാഷ് എന്റെ ആൺമക്കളെ ഉപയോഗിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞുകൂട്ടുകയാണല്ലേ? അന്നേ ആ പയ്യനിൽ അയാൾക്കൊരു കണ്ണുണ്ടായിരുന്നെന്ന് എനിക്കറിയായിരുന്നു. വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടാണെങ്കിലും അയാളത് സാധിച്ചെടുത്തു അല്ലേ? അമ്മേ, മാഷിനെ പോലെ ഒരാളെ കുറിച്ച് ഇങ്ങനെ നട്ടാക്കുരുക്കാതെ അപവാദം പറയല്ലേ. വല്ല ശാപവും കിട്ടും. എനിക്കൊരു ശാപവും കിട്ടില്ലടാ. നീയൊക്കെ അയാളെ തലയിലെടുത്ത് വെച്ച് നടന്നു. പക്ഷേ അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. മോനെ സത്യ, ആ വാദ്യാരുടെ കണക്കുകൂട്ടലൊന്നും ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇന്ദ്രൻ എന്റെ മകനാണെങ്കിൽ അവന്റെ പെങ്ങക്ക് വേണ്ടി ആനന്ദം മാഷിന് കൊടുത്ത വാക്ക് അവൻ മാറ്റിയിരിക്കും. എന്റെ മകൾ ആഗ്രഹിച്ച കല്യാണം ഞാൻ നടത്തി കൊടുക്കുകയും ചെയ്യും. നീ കണ്ടോ? കൊള്ളാം. ഞാൻ പറഞ്ഞപ്പോ തന്നെ സെൽഫി എടുത്ത് അയച്ചു തന്നല്ലോ. ഇനി എന്റെ ഫോട്ടോ വേണോ അല്ലേ? ഇപ്പൊ അയച്ചു തരാം. അമ്മയാണല്ലോ. എന്താണാവോ ഈ സമയത്ത്? അമ്മേ, എന്തു പറ്റി? എന്താ വിളിച്ചേ? എടി മോളെ, അവൻ പിന്നെ നിന്നെ വിളിച്ചോ? ആര്? വരുണോ? അതേടി, അവന്റെ നിന്റെയും കല്യാണമോഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ വീട്ടുകാര് വേറെ കല്യാണം ആലോചിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ വരുൺ എന്നോട് പറഞ്ഞു. പക്ഷെ അവൻ ഇതുവരെ വേറൊന്നിനും സമ്മതിച്ചിട്ടില്ല. ഉറപ്പാണോടി മോളെ? അതെ അമ്മേ, ഞാൻ ഓക്കെ ആണെങ്കി വരുൺ എപ്പോഴേ ഓക്കെയാ. ഞങ്ങള് നാളെ നേരി കണ്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും. ഓ, അല്ല, അമ്മയോട് വേറെ ആരെങ്കിലും വരുണിന്റെ കാര്യം സംസാരിച്ചോ? വല്ല പാരയും വരാൻ സാധ്യതയുണ്ടോ അമ്മേ? ഉണ്ടടി, കുടുംബത്തെയും തന്നെ പാര വരാൻ സാധ്യതയുണ്ട്. അമ്മേ, നീ പേടിക്കണ്ട. അവൻ നിന്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ബാക്കി ഈ അമ്മ നോക്കിക്കോളാം. വരുണിന്റെ കാര്യത്തില് എനിക്കൊരു സംശയമില്ല അമ്മേ. അവൻ എന്നെയെ കല്യാണം കഴിക്കൂ. ഓ മതി, ഇനി നീ ധൈര്യമായിട്ടിരുന്നു. കുടുംബത്തിൽ മാരണം ചെയ്യാൻ നോക്കുന്നവർക്കെതിരെ അമ്മ നാളെ ഒരു കളി കളിക്കും. നീ അതിന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ശരി അമ്മേ, ഇത് നടന്ന ആ ഗോകുലിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. അമ്മ മനസ്സ് വെച്ച് ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണേ അമ്മേ. നിന്റെ അമ്മയല്ലോടി, നിനക്ക് കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞടി. നീ സമാധാനായിട്ട് കിടന്നുറങ്ങിക്കോ. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ഇന്ദ്രേട്ടാ, ചായ. ആ, ദയോട് നീ സംസാരിച്ചാനോ? അവള് ഹാപ്പിയാണോ? ഞാനിതുവരെ ദയോട് പറഞ്ഞില്ല ഇന്ദ്രേട്ടാ. അവള് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയി. അമ്പലത്തിലോ? തനിച്ചോ? ഇവിടെ അടുത്തല്ലേ ഇന്ദ്രേട്ടാ. അവൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ തടസ്സം പറഞ്ഞില്ല. അവൾക്ക് പേടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ദയ വന്ന ഉടനെ നീ കല്യാണക്കാരി സംസാരിക്കണം. ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാ നമ്മളത് ഒളിച്ചു വെച്ചായിട്ട് ദയക്ക് തോന്നും. ദയ ഇപ്പോ ഒരു കല്യാണത്തിന് സമ്മതിക്കുമെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമുണ്ട് ഇന്ദ്രേട്ടാ. അതെന്താ? ഇത് നല്ലൊരു ബന്ധമല്ലേ?
കല്യാണം കഴിഞ്ഞ ദയക്ക് അവൻ്റെ കൂടെ ദുബായിക്ക് പോവുകയും ചെയ്യാം. അതൊക്കെ ശരിയാ, പക്ഷേ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനു. വേണമെങ്കിൽ ഞാനും പറയാം. ഈ നാട്ടിൽ നിന്ന് പോയ ഒരുത്തിന്റെ ശല്യമില്ലാണ്ട് അവൾക്ക് ജീവിക്കാം. ഏതായാലും അവള് വരട്ടെ ഇന്ദ്രേട്ടാ, നമുക്ക് സംസാരിക്കാം. സമ്മതിച്ചാ ഭാഗ്യം. അമ്മയാണല്ലോ ഇന്ദ്രേട്ടാ. അമ്മ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട്? വാ അമ്മേ. ആ, ഇങ്ങനൊരു അമ്മയും നിനക്ക് ഓർമ്മയുണ്ടോടി? അതെന്താ അമ്മേ? അല്ല, ഞാൻ പറഞ്ഞിട്ടാ ഇവൻ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നത്. എന്നിട്ടും നിനക്ക് ഇതുവരെ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ആ, അത് പിന്നെ അമ്മേ, നീ വിളിക്കാത്തോണ്ടേ ഞാൻ ഉറങ്ങാതെയൊന്നും ഇരുന്നിട്ടില്ലടി. പുകഞ്ഞു കൊള്ളി പുറത്ത്. സുശീലയ്ക്ക് അത്രേ ഉള്ളൂ. അമ്മ എന്താ രാവിലെ തന്നെ? നീ പേടിക്കണ്ട ഇന്ദ്ര, ഞാൻ നിന്റെ ഭാര്യയുമായി പോര് പിടിക്കാൻ വന്നൊന്നുമല്ല. അവളെവിടെ? നിന്റെ അനീത്തി സോന. ഞാൻ അവളെ ഒന്ന് കാണാൻ വന്നതാ. എന്താ അമ്മേ കാര്യം? സോന കോളേജിൽ പോകാൻ റെഡിയാവുക? മതി അവള് കോളേജിൽ പോയത്. ഇന്നത്തോടെ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. വിളിക്കവളെ. ആ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചിറക്കി അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ചോദിച്ചോളാം. സോനെ, സോനെ. സോനെ, എടി സോനെ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. വാടി ഇങ്ങോട്ട്. എന്താ അമ്മേ? അമ്മ രാവിലെ തന്നെ എന്തും കൊണ്ടാ വന്നിരിക്കുന്നേ? പറഞ്ഞു തരാവടി, പറഞ്ഞു തരാം നിനക്ക്. ഇങ്ങോട്ട് വാടി. അമ്മേ, വാ ഇങ്ങോട്ട്. ഏട്ടാ, എന്താ ഏട്ടാ അമ്മ ഈ കാണിക്കുന്നേ? അമ്മേ, അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ ആദ്യം. സോന എന്താ ചെയ്തത്? അത് ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാം. പറയാൻ. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നിന്റെ ഏട്ടനോട് കൂടി പറ. ഇല്ലെങ്കിൽ നീ മനസ്സിൽ കണ്ടത് നിന്റെ ഏട്ടന്മാര് കണ്ടവർക്ക് ദാനം ചെയ്യും.